മീറ്റ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? വന്നോളൂ. ആദ്യമായിട്ട് നേരിൽ കാണുന്നത് എവിടെ വെച്ചിട്ടാണ്? നേരിൽ കാണുന്നത് എടപ്പള്ളിയിലെ ഇവളുടെ സ്കൂട്ടറായിട്ട് ഇവള് വന്നു. എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടില്. ഇവനാണ് ഇവരുടെ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. പ്രൈവസി കൊടുക്കണില്ല ഇവൻ. പ്രൈവസി കൊടുക്കണില്ല ഇവൻ. ഇറക്കി വിട്ടിട്ട് ഇവൻ പോയി. ഞാൻ വെയിലത്ത് നിൽക്കുകയായിരുന്നു. നിന്നെ കൊണ്ടുപോവാ അവരുടെ സ്റ്റേജിലേക്ക് ഓടി വന്നിട്ട് പറയണം. സ്റ്റേജിലേക്ക് ഓടി വന്നിട്ട് പറയണം. ഞാന് ഗിഫ്റ്റ് കിട്ടുള്ളൂ. മണാലി മണാലിയല്ലേ? മണാലിയല്ലേ? ലൈഫില് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്ത കാര്യമാണ് അല്ലേ സ്റ്റേജിലേക്ക് കയറി വരുന്നത്. നല്ല കൈഡി കൊടുത്തിട്ട് ഹായ് അമ്മ. ഓക്കെ, അപ്പോ എന്തായിരിക്കും ഉത്തരം? അയ്യോ, ഓക്കെ. ഇനി അമ്മയ്ക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും പറഞ്ഞിട്ട് പോയാൽ മതി അല്ലേ? ഓക്കെ, മൈക്ക് കൊടുക്കാം. ഹലോ, ഞാൻ വിചാരിക്കുന്ന ഡൽഹി ട്രിപ്പാണ്. മണാലി കഴിഞ്ഞിട്ട് ഗോവ, കന്യാകുമാരി, പളനി, അങ്ങനെ ഓരോന്ന് പറയാൻ പറ്റൂല. ഏതെങ്കിലും ഒന്ന്. ഫസ്റ്റ് ഐ ലവ് യു പറഞ്ഞത് മണാലി ട്രിപ്പ് കഴിഞ്ഞ് ഡൽഹിയിലെത്തിയപ്പോഴല്ലേ? അച്ഛന്റെ UK 8, നന്ദുന്റെ 8, 4, 8, 6. ആരാണ് ഇവിടെ വന്ന് നിന്ന് പറയുന്നേ? അവർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കും. ചെല്ല് പാത്തോ, ഗിഫ്റ്റ് കിട്ടിയാ വീട്ടിൽ കൊണ്ടുപോവാ. 5 അല്ല, 6. ഇവിടെ വന്നെന്ന് പറയണോ? ഒത്തിരി പേര് അവിടെ പറയുന്നുണ്ട്. 6, 10, 11. സോറി, തെറ്റാണ്. ആരുടെ? നന്ദുവിന്റെ. കറക്റ്റ് ആണ്. ശീലലിശയ്ക്ക് നല്ല കാര്യം കൊടുക്കാം. അപ്പൊ ഇനി കുഞ്ഞിക്കാല് കാണണമെങ്കിൽ ഇവളുടെ കാല് കണ്ടാ മതി. ചേച്ചിനെ വിളിക്കണ്ടല്ലേ? ഓക്കെ, ഷുവർ. അപ്പോ രണ്ടുപേരാണ്, അച്ഛൻ്റെ ചേട്ടനും ശീതളിനും. നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഈ ഗിഫ്റ്റിന് അർഹരായൊന്ന് ഓർത്ത് വെക്കണേ. ഓക്കെ, യെസ്. ആൻഡ് അടുത്തത് സ്ഥലം. എനിക്ക് ഉത്തരം അറിയാം, ഞാൻ പറയില്ല. അച്ഛൻ ചേട്ടൻ ഒഴിച്ച് ബാക്കി ആർക്ക് വേണമെങ്കിലും വരാം. ഹോസ്പിറ്റൽ. ആക്ച്വലി ഇവർ രണ്ടുപേരും ജനിച്ച സ്ഥലം എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. ഞാൻ എൻ്റെ കയ്യിലിട്ടോണ്ട് വളർത്തിയതാ രണ്ടുപേരും. കല്യാണമായി. ഇങ്ങോട്ടും ഓരോന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോ അറിയാലോ, പറഞ്ഞു തരണ്ടല്ലോ എന്താ ഗെയിം. ഞാൻ ചോദിക്കുന്ന ഉത്തരത്തിന് ആരാണ് ആൻസർ എന്നുള്ളത് അതാണ് അറിയാത്തത്. ഓക്കെ, അപ്പോ ആ വ്യക്തിയുടെ ഷൂ ഒന്ന്, ചെരുപ്പൊന്ന് റേസ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പിടിച്ചിട്ടിക്കാല്ലേ? അതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉറക്കം കൂടുതലുള്ളത്? ഉറക്ക രോഗിയാണോ? അതെ, ഓക്കെ, കറക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ അവരുടെ ആൻസർ കേട്ടിട്ടൊന്നുമല്ലല്ലോ അച്ചു പൊക്കുന്നേ. ഓക്കെ, അടുത്തതായിട്ട് ഏറ്റവും വൃത്തിയിൽ നടക്കുന്നത്, നല്ല ഹൈജീനിക് ആയിട്ട് നടക്കുന്നത് ആരാണ്? കറക്റ്റ് ആണ്. അച്ചു അല്ലേ? അതെ, അവിടെ അച്ചു. ഓക്കെ, ആരാണ് സീക്രറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ്? സീക്രട്ടുകളൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആരാണ്? നന്ദു ആണ്. നന്ദുവിന്റെ അടുത്ത് പറഞ്ഞത് പുറത്ത് പോകത്തില്ല. അങ്ങനെയാണ്. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാലോ പുറത്ത് പോകും. കള്ളം പറയാൻ അറിയുന്ന ആർക്കാണ്? എന്റെ അനിയൻ തന്നെ. ഓക്കെ, ഷൂസ് ഒക്കെ ഒന്ന് തിരിച്ചു കൊടുക്കാം. ഹൽദിന്റെ ഗെയിംസിലേക്ക് അടക്കാണ്. അപ്പൊ ഞങ്ങൾ തന്നെ എന്തായാലും ജയിക്കും, കണ്ടറിയാം നമുക്ക്. ഇത് വീട്ടുകാർ തമ്മിലുള്ള വാശിയേറിയ ഒരു പോരാട്ടമാണ്.
നമ്മളെ കാരണം തന്നെ 2 ടീമിൽ നിന്ന് ആൾക്കാരെടുത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ അടിക്കട്ടെ ഫസ്റ്റ് ദിവസം തന്നെ. വീട്ടുകാർ തമ്മിലുള്ള മത്സരമായിരിക്കും കേട്ടോ. അത് ചെറുക്കൻ്റെ ടീം ജയിക്കോ പെണ്ണിൻ്റെ ടീം ജയിക്കോ എന്നുള്ള വശ്യേറിയ പോരാട്ടം നടക്കാൻ നമ്മളെ മ്യൂസിക്കൽ ചെയർ ഇതുവരെ എവിടെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഫ്രഷ് ഗെയിമാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് പൊളിക്കും. ടീം ബ്രൈഡും ഗ്രൂമുമാണ് കളി. ആര് ജയിക്കുന്നതെന്ന് വിചാരിക്കണം. എൻ്റെ കുറച്ച് കൂട്ടുകാരെ ഞാൻ ടീം ബ്രൈഡിന് കൊടുത്തോണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. 2 ടീം സ്ട്രോങ് ആണ്. നമുക്ക് നോക്കാം ആരാ ജയിക്കുക എന്നുള്ളത്. അത് ഞങ്ങൾ ഐഡിയ ആരൊക്കെയാ ടീം ബ്രൈഡ് ആരൊക്കെയാ ടീം ഗ്രൂം. ഞാൻ ഗ്രൂമടാ. പരിപാടി നമ്മൾ തകർക്കും. ഷെഫീഖാനെ കല്യാണം വിളിച്ചിട്ടുണ്ടോ? അതൊക്കെ ഗൈസ് ഞങ്ങള് ഗ്രൂമിന്റെയും ബ്രൈഡിന്റെ ആൾക്കാരാണ്. ടീം ബ്രൂം. ഇവരുടെ എല്ലാത്തിന്റെ ഇടയില് ഇവൻ ചോദിക്കുക എടപ്പള്ളിയിൽ ഇവരെ നിർത്തിയിട്ട് അവര് പോയില്ലെന്ന്. 2 പേര് പ്രണയിക്കുമ്പോ ഇവരെ കൊണ്ടുപോകണോ? എന്ത് ചോദ്യമാണത്? എന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിളിച്ചു വരുത്തിയതാ. ഒരു ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ്, എന്നിട്ട് അവൻ എന്നെ ഇറക്കി വിട്ടിട്ട് പോയി. അത് തെണ്ടിത്തരമാണ് എന്താണെങ്കിലും. ടീം ബ്രൈഡും ടീം ഗ്രൂമും തമ്മിലാണ് ഗെയിം. ആര് ജയിക്കും? ടീം ബ്രൈഡ്. ആരാ ബ്രൈഡ് ടീമിലുള്ള ആൾക്കാര്? AOSലെ പിള്ളേര്. നമ്മളോട് കളി നോക്കിക്കോ. നാച്ചുറൽ ബ്യൂട്ടിയാണ് ഞാൻ എടുക്കല്ലേ. ഇത് വെറുതെ ജസ്റ്റ് ടച്ചപ്പ് മാത്രം ചെയ്യാനുള്ളൂ. ശരിക്കും ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. പാരമ്പര്യമായിട്ട് ബ്യൂട്ടിയുള്ള ആൾക്കാർ ബ്യൂട്ടീഷ്യൻ നമ്മൾ ചെയ്യാറില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് വേറെ ആരില്ല, ഞാൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യും. അതെ, ഒരു കാര്യം പറയട്ടെ, ഇവർക്കൊന്നും എന്റെ അത്ര പ്രായമില്ല, കുഞ്ഞിപ്പിള്ളേരാണ്. തല ഇരിക്കുമ്പോ വാലാടാൻ പാടുണ്ടാ? 1 അല്ല 2 വാല് കസേര കുറവാണ്. എന്നാ പിന്നെ അവർക്ക് അവിടെ ഇരുന്നാ പോരെ. അതിനുശേഷം സോങ് നിൽക്കും, നിർത്തും നമ്മൾ. അപ്പൊ ആരും ഇരിക്കണ്ട. അപ്പൊ ഒരു ടാസ്ക് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പോയിട്ട് അത് ചെയ്തിട്ട് വരണം. അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പോയിട്ട് അത് എടുത്തുകൊണ്ട് വരണം. അവർ 2 വട്ടം ഇരുന്നോട്ടെ. ഇത് 10 പോയി. 500 ആണെങ്കിൽ കാണായിരുന്നു. 500 ആണെങ്കിൽ നമ്മൾ കയറി ഇറങ്ങിയേനെ. ഇവിടെ ചെറിയ ചില്ലറക്കാരനല്ലല്ലോ ഞങ്ങള് ചില്ലറക്കാരല്ല. 500 ആണെങ്കിൽ നമ്മൾ അത് ഫൗൾ 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 ഫൗൾ. ആ ഓടിയോ നിങ്ങള്? അടുത്തതായിട്ട് നിങ്ങൾ പോയി കൊണ്ടുവരേണ്ടത് എന്തായിരിക്കും? ഇരിക്കട്ടോ, കയ്യിലുണ്ടെങ്കിൽ ബാഗ് ഇരിക്കണം. ലൈസൻസ് ഇല്ലാത്ത കുറെ പേരുണ്ട് ഇതില്. ഇത് കള്ളക്കളിയാണ് ആക്ച്വലി. നമ്മളെ ലൈസൻസ് ഉണ്ടായിരുന്നു, അപ്പൊ നമ്മളെ അടുത്ത് ലൈസൻസ് ചോദിക്കണായിരുന്നു. ഇപ്പൊ 10 രൂപ ചോദിച്ചില്ല അവര്. 10 രൂപയാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത്. ഇത് ഫെയർ ഗെയിം അല്ല, ഫെയർ ഗെയിം. ആ പുറത്താക്ക്. ഒരാളെ ഉള്ളൊരു ടീമില് ആൻസാജു ജയിക്കണോട്ടോ. ഇത് ആരുടെയാണോ ചോദിച്ച മേടിക്കണേ? ഗീതേഷ്. നമ്മുടെ ഏറ്റവും കൂടുതൽ 1 2 ടീം ബ്രൈഡ് എത്ര പേരുണ്ട്? 5 6 7 8 പേര്. ടീം ബ്രൈഡ് ഇതിൽ എത്ര പേരുണ്ട്? ഓക്കെ, അടുത്തതായിട്ട് ഞാനൊരു കാര്യം പറയുന്നുണ്ട്. ഈ റൗണ്ട് തൊട്ട് ഇനി ആരും അവിടെ നിന്ന് ഓടിപ്പോയി ഇവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കരുത്. അതായത് നിങ്ങൾ സ്റ്റേജിൽ അതിപ്രസരമുള്ളതുകൊണ്ട് തൽക്കാലം ഔട്ട്. No.
കണ്ണട വെച്ചിട്ടില്ല. അതിന്റെ ആയിരിക്കും അവന് black ആയിട്ട് തോന്നുന്നത്. പക്ഷെ ഞങ്ങൾ സമ്മതിക്കില്ല. പറ്റൂല. അല്ല അങ്ങനെയല്ല. ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഇങ്ങനെ കെ 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 എന്ന് എഴുതിയിട്ടാണ് എം കെ എം കെ എം കെ എന്ന്. ഓഡിയൻസ് പോൾ എടുക്കാം. ഈ ബാഗ് ഗ്രേ ബ്ലാക്ക് ബാഗിന്റെ മുകളിൽ എം കെ എന്ന് ലോഗോ എഴുതിക്കണാണ്. ബ്ലാക്ക് ആണ് ബാഗ്. ബ്ലാക്ക് ബാഗ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബാഗ് ബ്ലാക്ക് ബാഗ് ആണത്. നമ്മൾ പറഞ്ഞു നിങ്ങൾ ഒരു മിനിറ്റ് മൈക്ക് തരാം. കളിച്ചോ? അവനവിടെ നിന്ന് കളിക്കും മറന്നിട്ട്. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ. ടിഷ്യൂ പേപ്പർ താഴെ കൊണ്ടുവരൂ. കയ്യിലുണ്ടെങ്കിൽ മാത്രം അവിടെ ഇരിക്കാം. എന്ത് രസമല്ലേ? താങ്ക് യു. അപ്പൊ ഇവര് ഈ ഒരു റൗണ്ടിലേക്ക് ജയിച്ചിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് എ ഫൈനൽ. ഓക്കെ, അപ്പോ ആള് പറഞ്ഞിരുന്നു രണ്ടുപേരെ ടീമിലുണ്ടെന്ന്. അപ്പോ കോമ്പറ്റീഷൻ കൊടുത്താണ് കാത്തിരിക്കുകയാണ്. നല്ല